നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് സോളിൻ്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നമ്മുടെ വീടിൻ്റെ അകത്ത് ഈ ദുരാത്മാക്കളുടെ അല്ലെങ്കിൽ നെഗറ്റീവ് സോളുകളുടെ പ്രസൻസ് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എവിടെയും പോയി അന്വേഷിക്കൊന്നും വേണ്ട. നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഇങ്ങനെ നോക്കുന്ന ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ആളുകളുടെ അടുത്തോ പോയി നോക്കുകയാണല്ലോ പതിവ്. അതിനു മുമ്പ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചില ലക്ഷണങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ പോവുക. കാരണം എല്ലാം നെഗറ്റീവ് സോളുകളുടെ പ്രസൻസ് ആവണമെന്നില്ല. പലപ്പോഴും പല ആളുകളുടെ വീട്ടിലും പോസിറ്റീവായിട്ടുള്ള ഇപ്പോൾ ഈശ്വര സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാന്നിധ്യമൊക്കെ വന്നു കഴിഞ്ഞാലും ആളുകൾക്ക് പെട്ടെന്ന് ഇത് കൺഫ്യൂഷൻ അടിക്കും, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സാന്നിധ്യങ്ങൾ അനുഭവപ്പെടാറുണ്ട്, ചില സ്മെല്ലുകൾ അനുഭവപ്പെടാറുണ്ട്, ചില ആളുകൾ നമുക്ക് അടുത്തോടെ നടക്കുന്നത് അനുഭവപ്പെടാറുണ്ട്. ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് അറിവില്ല. നമ്മുടെ അറിവില്ലായ്മ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നമ്മുടെ നെഗറ്റിവിറ്റിയിലോട്ടായിരിക്കും. അപ്പോൾ പോസിറ്റീവായൊരു കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേടി കൊണ്ടാണ്, നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ വീടിൻ്റെ അകത്ത് ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലുള്ള കാര്യമായിട്ട് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ താളം മുഴുവനും തെറ്റും. ഫസ്റ്റ് താളം തെറ്റുക എന്ന് പറയുന്നത് അതുവരെ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നടക്കുക, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. പിന്നെ നമുക്ക് അസുഖങ്ങളുടെ അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അതിൻ്റെ ഒരു കുറവായിരിക്കും, ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് അസുഖങ്ങളൊന്നും വരില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിച്ച് പറയാം. ഈ ലക്ഷണം എന്താണെന്ന്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മളാണ് ആദ്യം നമുക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ പോയിട്ട് പലപ്പോഴും സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോ ഇത്തരത്തിലുള്ള ഹീലേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഉറപ്പായിട്ടും പ്രശ്നമുണ്ടെന്ന് പറയും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊരു ബിസിനസ് മേഖലയാണ്. രണ്ടാമത്തെ കാര്യം, ഉണ്ടെന്ന് പറഞ്ഞാലാണ് പലപ്പോഴും നമുക്ക് എന്ത് പറ്റുള്ളൂ, ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നതല്ല, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ആദ്യത്തെ ലക്ഷണം ഞാൻ പറയുന്ന പോലെ, അവിടെ നിൽക്കുന്ന ഏറ്റവും ബോണ്ടായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പതുക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാൻ തുടങ്ങും. ഒരു നെഗറ്റീവ് ഇഷ്യൂ വന്നതിന് ശേഷം, ആത്മാക്കൾ സാന്നിധ്യം വന്നതിന് ശേഷം ആത്മാക്കളുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും. അവിടെ മുഴുവനും സ്പ്ലിറ്റ് വരുത്തും മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഏത് ആളുടെ ശരീരത്താണോ ഈ സാന്നിധ്യം അനുഭവപ്പെടുന്നത്, ഈ വ്യക്തിനെ ബാക്കിയുള്ള എല്ലാ വ്യക്തികളും നെഗറ്റീവ് അടിക്കാൻ തുടങ്ങും. അതായത് ഇഷ്ടപ്പെടില്ല, ഭയങ്കര നെഗറ്റീവായിരിക്കും, പറയുന്ന ആ സംസാരത്തിൻ്റെ രീതി ശരിയാവില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ആരോപിക്കും ഈ വ്യക്തി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് ഒറ്റപ്പെടാൻ തുടങ്ങും. ഏതെങ്കിലും മുറിയുടെ അകത്ത് കയറിയിരിക്കുകയോ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഈ ആത്മാവായിരിക്കും പിന്നീട് ഇവരെ ആശ്വസിപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നമുക്കൊരു സിനിമ കഥ പോലെ തോന്നും, അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ കാണുന്ന ഇത്ര ലക്ഷം ആളുകളുണ്ടെങ്കിലും അതിനകത്ത് 1, 2, 3 പേർക്കൊക്കെ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, നീ കണ്ടോ, നീ ഇപ്പം നല്ലത് ചെയ്തപ്പോൾ നിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി സൂയിസൈഡ് ചെയ്യും. ഇത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇമോഷൻ നമ്മളോട് തന്നെ സംസാരിക്കുന്നതെന്ന് അല്ല. വളരെ പതുക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മളെ ഏറ്റവും നെഗറ്റീവാക്കി, നമ്മളെ ഏറ്റവും കഴിവില്ലാത്തവനാക്കി മാറ്റി പതുക്കെ നമ്മൾ സൂയിസൈഡിലോട്ട് തള്ളിവിട്ട് എല്ലാവരാലും നമ്മൾ ഒറ്റപ്പെടും. ഒന്നാമത്തെ ലക്ഷണം. 2, ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങും. വീടിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾക്കൊരു അസുഖം, ഭർത്താവിന്, അച്ഛന്, അമ്മയ്ക്ക്, നമുക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആശുപത്രി കേസില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല ഈ ലോകത്ത്. അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ വീണ്ടും അതേ പാറ്റേണിൽ കൂടെ കിടന്ന് കറങ്ങും. കയ്യിൽ പണം കിട്ടുന്ന പൈസ നേരെ ആശുപത്രിയിലോട്ട്. ഇനി ഒരു ആശുപത്രി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലോട്ട്, ഇനി മറ്റൊന്നില്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ പറ്റി ആ വഴിക്ക്. ഇനി ഇതൊന്നുമില്ലാന്ന് കരുത്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലോട്ട് ചെന്ന് ചാടി ആ പൈസ മുഴുവനാണ് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രസൻസ് വളരെ കൂടുതലാണെന്ന് അർത്ഥം. നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രസൻസ് കൂടിക്കഴിഞ്ഞാൽ ഒരു രൂപ നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ആ പണം നമ്മുടെ വീടിനകത്തോട്ട് കയറ്റാൻ പറ്റില്ല. കയറുന്നതിന് മുമ്പ് ഈ പൈസ തീർന്നു. ഏത് വഴിക്കാണ് തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഭയങ്കര വലിയ ഉദാഹരണം. നമ്മളിതിനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ ഒരു കാര്യം നോക്കുന്നതിന് നമുക്ക് പൈസ മുടക്ക്. നമ്മൾ ആദ്യം നമ്മളെ നിരീക്ഷിക്കുക, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രികൾ കാണുന്ന സ്വപ്നങ്ങൾ, പിന്നെ നമുക്ക് എന്തൊരു അനുഭവം, നമ്മുടെ ചുറ്റും ആരോ നടക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം 1-2 വട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കാര്യമായിട്ട് എടുക്കണ്ട.
നമ്മുടെ ഉള്ളിലെ പേടി കൊണ്ട് നമുക്കിങ്ങനെ തോന്നാം. പക്ഷേ ഇത് നിരന്തരം നമുക്ക് അങ്ങനെ ഒരു സാന്നിധ്യം വരുന്നുണ്ടെന്നോ, കുഞ്ഞുങ്ങളിലോട്ട് ഭയം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ രാത്രി സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ കിടന്ന് ഞെട്ടി ഉണർന്നിട്ട് പേടിക്കുന്നുണ്ടെന്നോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഞാൻ അപ്പോഴും പറയുന്നത് ഇത് ആത്മാവിൻ്റെ സാന്നിധ്യമാണെന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംതിങ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യണം നിങ്ങൾ വിചാരിക്കേണ്ട. എന്തോ ഒരു പ്രോബ്ലം നമുക്കുണ്ട്. എന്നാൽ ഈ പ്രോബ്ലം ഞാനിപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ കുറേ നാളുകളായിട്ട് തുടക്കം മുതൽ നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. നോർമലി എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന വഴക്കിൻ്റെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൻ്റെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ റൂമിൻ്റെ അകത്ത് ഈ ടോക്സിക് ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോക്സിക് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന റൂമുണ്ടല്ലോ, ഈ അടഞ്ഞു കിടക്കുന്ന റൂമിൻ്റെ അകത്ത് ടോക്സിക് ഗ്യാസ് നിറയും. അതായത് ഈ തുണി കഴുകാത്ത തുണി, ബാത്റൂമിൽ നിന്നുള്ള സ്മെല്ല്, ഈ മുഷിഞ്ഞ കാര്യങ്ങൾ, ഈ ടോക്സിക് ഗ്യാസ് നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ സഫോക്കേഷൻ അനുഭവപ്പെടും നമുക്ക് റൂമിൻ്റെ അകത്ത്. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ സംഭവിക്കും. ഞാൻ കുഞ്ഞുങ്ങൾ ഉറങ്ങി കിടക്കുന്ന വീടുകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ എന്ത് പറ്റുന്ന, കുഞ്ഞുങ്ങൾ ബ്രീത്ത് കിട്ടാതെ ചിലപ്പോൾ ചാടി എണീറ്റൊക്കെ കരയും. അപ്പോൾ ഇതുങ്ങൾ കരയുന്നത് ചിലപ്പോൾ എങ്ങോട്ടും നോക്കിയിരുന്നായിരിക്കും കരയുന്നത്. പല അമ്മമാരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇതെന്തോ പേടി കൊണ്ടാണോ ഭയം കൊണ്ടാണോ സംഭവിക്കുന്നത്. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം. ടോക്സിക് ഗ്യാസ് അതിനകത്ത് നിറയുന്നതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഇതെല്ലാം ബയോളജിക്കൽ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു നാമം ജപിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു മെഡിറ്റേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴോ, ഒരു സ്പിരിച്വൽ പ്രോസസ്സ് ചെയ്യുമ്പോഴോ നമുക്കിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നു, നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. നമ്മളീ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഇരുന്ന് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നാമം ജപിക്കുന്ന സമയത്തോ വിളക്കെത്തിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നു, അവർ നമ്മളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹമായിരിക്കും മെയിനായിട്ട് അവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കലഹം നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് ആത്മാവിൻ്റെ സാന്നിധ്യമാണെന്നോ മറ്റൊന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നോ. ഞാൻ കാരണം കൊണ്ടാണോ വീടിൻ്റെ അകത്ത് പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. ഞാൻ കാരണം കൊണ്ട് പ്രോബ്ലം ഒന്നും വരുന്നില്ല, വീടിൻ്റെ അകത്ത് ആര് കാരണം കൊണ്ടും പ്രോബ്ലം വരുന്നില്ല, പക്ഷേ വളരെ നാച്ചുറലായിട്ട് എന്തോ സംഭവിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ്, ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റും. മിക്ക വീടുകളിലുള്ളതാണ്. ഓണത്തിനോ ക്രിസ്മസിനോ എന്തുകൊണ്ടാണ് ഒരു വിശേഷപ്പെട്ട ദിവസം എന്ന് നമ്മൾ കോട്ട് ചെയ്യുന്നത്? വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഇവർ ആഴ്ചകൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാൻ തോന്നുന്ന നിമിഷമായിരിക്കും ഈ ഇഷ്യൂ വരുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് സങ്കടപ്പെടുന്നതിനേക്കാളും ഡെപ്ത് കൂടുതലാണ് സന്തോഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ദുഃഖിക്കുന്നത്, അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതും ഇതിനൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, ഞാനീ പറയുന്നത് പോലെ അസ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, പിന്നെ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ലൈറ്റ് ഓഫായി കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ ചുറ്റും ആവട്ടെ, വീടിൻ്റെ അകത്താവട്ടെ, നമുക്ക് എല്ലാ സ്ഥലത്തും വെട്ടം പ്രകാശം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഒന്നുകിൽ അവിടെ ഏതെങ്കിലും ഒരു ബൾബുകൾ കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വയറിങ് കംപ്ലൈൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ എനർജി വേരിയേഷൻ എപ്പോഴും ഇരുട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ഫ്ലക്ച്വേഷൻ സംഭവിക്കും. അതായത് ഈ പറയുന്ന ആത്മാവിനെ പെട്ടെന്ന് നമുക്ക് ദൃശ്യമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഇരുട്ടുള്ള റൂമുകളിലായിരിക്കും പലപ്പോഴും ഇതിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത്. നമ്മൾ വെളിച്ചത്തുനിന്ന് ഇരുട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെഗറ്റീവ് ആവുകയോ, പെട്ടെന്ന് നമ്മൾ പേടിക്കുകയോ, ചിലപ്പോൾ നമുക്ക് രോമാഞ്ചം വരികയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു 6 മണിക്ക് ശേഷം നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ അത്യാവശ്യം ഇങ്ങനെയുള്ള വീടുകളിൽ ലൈറ്റ് ഇട്ട് വയ്ക്കാം. ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു നെഗറ്റീവ് ഇഷ്യൂവിന് കാരണമാവും. പിന്നെ വിളക്ക് കത്തിക്കുന്നതും അവിടുത്തെ മറ്റേ ഈ വിളക്കിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യം വൃത്തിയാക്കി സെറ്റാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ബെറ്ററായിട്ട് മാറാം. നിലവിൽ ഇത്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിനുണ്ടാവും. അവർക്ക് ഇതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ അറിവിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു കാരണം എന്താണ്? ഒന്ന്, ഇതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ആത്മാക്കളുടെ സാന്നിധ്യമാണ്. ഇതേ പ്രോബ്ലം തന്നെയാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ശാപം ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നാഗത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്നറിയാതെ ഞാനൊരു സൊല്യൂഷൻ കൊടുക്കുന്നത് ഉചിതമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഈ പ്രോബ്ലമുള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്ത് നോക്കി കറക്റ്റ് ആവുള്ളൂ. എങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു വലിയൊരു സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു പ്രോബ്ലം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് എല്ലാവരും പരസ്പരം മനസ്സിലാക്കുക.
ഓക്കെ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമാണ്, എന്നിട്ടും നമ്മൾ തമ്മിൽ തല്ലുപിടിക്കുന്നു, വഴക്കുണ്ടാവുന്നു. നമ്മുടെ ഉള്ളിലുള്ള അല്ല കാരണം. അങ്ങനെ വഴക്കുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ലൈംഗികത നഷ്ടപ്പെടും, ഇവരുടെ പേഴ്സണൽ ലൈഫിലുണ്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്ന സ്നേഹം, ആത്മാർത്ഥത ഇതെല്ലാം നഷ്ടപ്പെടും. തുടങ്ങിയിട്ട് ഇവരുടെ ഉള്ളിൽ ഇറിറ്റേഷൻ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ എന്തോ ഇഷ്യൂ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ അകത്ത് എന്തോ ഇഷ്യൂ സംഭവിക്കുന്നുണ്ട്. ഇത് പരസ്പരം ഇരുന്ന് സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാം, കോൺഫിഡൻസ് കൂട്ടുക. നമ്മളിങ്ങനെ ഒരു അവസ്ഥ വീടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാടി പാനിക്കാവാനൊന്നും പോകണ്ട, പേടിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ഇത് മാനസികമായിരിക്കാം, ചിലപ്പോൾ ഇത് എനർജിയിൽ വേരിയേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനൊരു പ്രോബ്ലം നമുക്കുണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹിച്ച് നടക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഏതൊരു ആത്മാക്കളിൽ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയുടെ ഇഷ്യൂ ആയിരിക്കാം. ഇത് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കിയാൽ അടുത്ത നിമിഷം ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് ഇവർ ചിന്തിക്കും, ഓക്കെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. എങ്ങനെ പ്രോബ്ലം വരുന്നത്? പെട്ടെന്നായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, അവൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാ, കയറി അറ്റാക്ക് ചെയ്യാൻ പറയും. നമ്മുടെ ചെവിട്ടിലോ നമ്മളിത് പറയും, കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം അവൾ ഇങ്ങനെ പെരുമാറി, ഈ പ്രാവശ്യം അവൾ ഇങ്ങനെ പെരുമാറില്ല, ചോദ്യം ചെയ്യാൻ പറയും. ഈ സാധനം നമുക്ക് ഇട്ടെന്നിട്ട് നമ്മൾ പോയിട്ട് ചോദ്യം ചെയ്യും. അപ്പോൾ തന്നെ അപ്പുറത്ത് പോയിട്ട് ഇതേ ആത്മാവിൻ്റെ സാന്നിധ്യം എന്നിട്ട് പറഞ്ഞ് ഇപ്പം തന്നെ അവൻ ചൂടാവും, നീ പൊട്ടിത്തെറിച്ചോ, നീ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കും. ഈ രണ്ട് പേര് നമ്മൾ തമ്മിൽ തല്ലിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അതായത് ഒരു കാരണമില്ലാത്തൊരു സ്ഥലത്ത് അനാവശ്യമായൊരു കാരണം വന്ന് വീണ് നമ്മുടെ ഉള്ളിൽ നമുക്കിങ്ങനെ തോന്നും, നമുക്ക് ചോദിക്കണം. ഒരു ആവശ്യം അവിടെ ഇല്ല, ആ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല, ആ കാര്യത്തിൽ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒന്നും നമുക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലോട്ടൊരു നമ്മുടെ കഴിഞ്ഞു പോയ വേദന പോലത്തെ ഒരു സാധനം കയറി വരികയും, ഒരു തരിപ്പ് കയറി വരികയും, അത് ചോദിക്കണം എന്നുള്ള സാധനം കയറി വരികയും, ഇത് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. ഈ കണ്ടീഷൻ വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊസഷൻ അടിച്ചു തുടങ്ങി. ഈ പൊസഷൻ അടിച്ചു തുടങ്ങുന്നത് കുറച്ച് മണിക്കൂറത്തേക്ക് നിങ്ങൾ അൺകൺട്രോൾ ആയിരിക്കും. ഇങ്ങനൊരു ഹീറ്റ് നിങ്ങളുടെ ബോഡിയിലോട്ട് വരികയോ ഇങ്ങനൊരു അവസ്ഥയിലോട്ട് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കാമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. നിങ്ങളുടെ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് അവിടെ അങ്ങ് വെറുതെ വിലർത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇരുന്നാൽ മാത്രം മതി. കാരണം ഈ സമയത്തെ മറികടക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ട് രീതിയിൽ നമുക്കിതിനെ മറികടക്കാം. ഒന്ന്, നമ്മളുടെ കോൺഫിഡൻസ് ഉപയോഗിച്ച്, നമ്മുടെ അറിവ്, നമ്മുടെ ബോധം, നമ്മുടെ കോൺഫിഡൻസ് ഉപയോഗിച്ച്. ഇതിന് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈശ്വരൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഈശ്വരൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പിന്നെ നമ്മൾ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി പവർ കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രങ്ങൾ എടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പിരിച്വലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയോ, ഏറ്റവും നല്ലൊരു കാര്യം കണ്ണുകൾ അടച്ചിരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനത്തെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയാണ്. കാരണം എന്താ, ഈ വഴക്കുണ്ടാക്കാൻ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും വലിയൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോ, ആ വലിയൊരു കാര്യം പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾ വഴക്കുണ്ടാവുന്നത്. ഇതിനെല്ലാം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അവസ്ഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രോസസ്സിൽ പോകും. നിങ്ങൾക്ക് വലിയ ഇഷ്യൂ വന്നാൽ മാത്രം നിങ്ങളൊരു സ്പിരിച്വലായിട്ടുള്ളൊരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിലോട്ട് പോയാൽ മാത്രം മതി. അതല്ലെങ്കിൽ വലിയ എമൗണ്ട് ഇതിനകത്ത് നഷ്ടപ്പെടും.